ഈ ഭാഗത്ത് ഏകദേശം ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഞരമ്പ് കട്ട് ചെയ്തിട്ട് ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ വീക്കുണ്ട്, കൈമ വീക്കുണ്ട്. ഇപ്പോൾ ഈ വീക്കം ഈ ഒരു മാസം വരെ ഏകദേശം 10-20 ദിവസം വരെ ഉണ്ടാവും എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പം അങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവും. എല്ലാവർക്കും ഫാസിൽ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ എൻ്റെ ഉമ്മയുടെ കയ്യിൽ എന്ത് പറ്റി അത് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ആക്ച്വലി ഇത് എല്ലാവർക്കും വരും ഈ ഒരു സംഭവം. നിങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഉമ്മാനോട് തന്നെ ചോദിച്ചു നോക്കാം, എന്താണ് സംഭവിച്ചത്, എന്താണ് ഉമ്മയുടെ കയ്യിന് എന്താണ് പറ്റിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. ഉമ്മ, എന്താണ് ഇപ്പോൾ നിങ്ങളെ കൈ കാണിച്ചു തരാം. കൈ കാണിച്ചു കൊടുത്താൽ ഉണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊരാൾ കൈ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുക അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് അങ്ങനെയൊക്കെയാണ് വിചാരിക്കുക. പക്ഷെ ആക്ച്വലി സംഭവിച്ചത് അതൊന്നുമല്ല കേട്ടോ. ഇത് നമ്മള് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ നമ്മളൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു 10-40 വയസ്സിന്റെ ഇടയിലൊക്കെ എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യം തന്നെയാണിത്. നമ്മളെ കൈയിന്റെ ഞരമ്പ് കട്ടായി പോവാന്ന് പറയും, ബ്ലോക്കായി എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആക്ച്വലി നമുക്കൊരു ചിലപ്പോൾ കൈ കൊണ്ട് ചിലപ്പോൾ സാധനങ്ങൾ പൊക്കാൻ വയ്ക്കും. പക്ഷെ പൊക്കണതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ താഴേക്ക് വീഴും, കൈമൊരു തരിപ്പുണ്ടാവും, വേദന ഉണ്ടാവും. അതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സംഭവിച്ചപ്പോൾ നമ്മൾ ആക്ച്വലി ഡോക്ടറെ കൺസൾട്ടൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇത് ഓപ്പറേഷൻ ചെയ്യണം, ഞരമ്പ് അവിടെ അവരെന്തോ ഞരമ്പൊന്ന് കട്ട് ചെയ്തിട്ട് കൂട്ടിച്ചേർക്കുക, അതിൻ്റെ പാട കളയുക, അങ്ങനെ എന്തോ ആണ് സംഭവം. അപ്പോൾ ഇമ്മ ഏത് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം? പിന്നെ ഇവിടെ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ഓപ്പറേഷൻ ഇല്ലാതെ മരുന്നുകൊണ്ടൊക്കെ മാറുക നോക്കാൻ വേണ്ടിട്ട് നമ്മളെ കട അടച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരില് ആക്ച്വലി ഞങ്ങൾക്കൊരു കട ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വളാഞ്ചേരി കൊട്ടാരത്ത് ഒരു ചെറിയൊരു കട ഉണ്ട്. വലിയ ഇതുള്ള സെറ്റപ്പുള്ള കട ഒന്നുമല്ല. നമ്മൾ രാവിലെ ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ അതിൻ്റെ തൊട്ട് ബാക്കിൽ മാർക്കറ്റാണ്. അപ്പോൾ മാർക്കറ്റിൽ അവിടെ മീൻ കച്ചവടക്കാർ വരും. അപ്പോൾ അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ രാവിലെ ഉമ്മയും കൂടിയാണ് അത് നോക്കുന്നത്. എനിക്ക് വേറെ ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ പോകും. അപ്പോൾ അത് അവിടെ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ രാവിലെ പോകും. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ഇങ്ങനെ സംഭവം. അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ കട നമ്മൾ ഡെയിലി നമ്മൾ ക്ലോസ്ഡ് ആണ്. രാവിലത്തെ ചായ മാത്രമേ ഇപ്പോൾ കൊടുക്കലുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ സംഭവം. അപ്പോൾ ഒരു മാസം ശരിക്കും റെസ്റ്റ് വേണം ഈ ഒരു സംഭവത്തിന്. കൈയൊന്നും അനക്കാൻ പാടില്ല. ഇത് ഓപ്പറേഷൻ ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണല്ലേ, അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവിടുന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പൊ 2 കൈക്കുണ്ട് തരിപ്പ്, വേദന, കടച്ചില്. ഒരു കൈയിനാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്യണം എന്നാ പറഞ്ഞത്. അപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലില് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ എത്രയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതൊരു കൈക്ക് 10,000 രൂപ. അത് അപ്പൊ തന്നെ ചെയ്തിട്ട് 10-20 മിനിറ്റ് 25 മിനിറ്റ് അടുത്ത കാര്യമുള്ളൂ. ചെയ്തിട്ട് അപ്പൊ തന്നെ പോരാ. പിന്നെ റെസ്റ്റാണ് പ്രധാനം. പിന്നെ കൈ നമ്മൾ ഇളക്കും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൈ കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഒരു ബക്കറ്റ് വെള്ളം റെസ്റ്റ് തന്നെ വേണം. ഏകദേശം നമുക്ക് മരുന്നും ചെലവൊക്കെ കൂടിയിട്ട് ഒരു 10-25,000 രൂപയുടെ ഉള്ളിൽ ചെലവാകും ഏകദേശം. അപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് അത്ര ഉണ്ടാവില്ല. 10,000 രൂപ ഒരു കൈയിന് ഓപ്പറേഷൻ. രണ്ട് കൈയിനാണ് ഉദ്ദേശിച്ചത്. 2 കൈയിനും കൂടി ചെയ്യുമ്പോൾ 20,000-ന് മുകളിൽ എന്തായാലും ചിലവൊക്കെ കൂടി വരും പ്രൈവറ്റില്. അപ്പൊ നമുക്ക് പിന്നെ നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെറുതെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ഡോക്ടർ ഉണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. കുറ്റിപ്പുറം പോയി. ആദ്യം കുറ്റിപ്പുറം പോയിട്ട് ആ ഡോക്ടർ തന്നെയല്ലേ പെരിന്തൽമണ്ണ ഉള്ളത്? അല്ല, കുറ്റിപ്പുറത്ത് ഹോസ്പിറ്റലിലുള്ളത്. അവിടുന്ന് ഒരു പറഞ്ഞ പിന്നെ ഓപ്പറേഷൻ വേണം, അല്ലെങ്കിൽ മരുന്നുകൊണ്ട് മാറില്ല, കുറച്ച് കൂടുതലായിക്കണ് മരുന്ന്. തുടക്കത്തിലൊക്കെ ആണെങ്കിൽ മരുന്നുകൊണ്ട് മാറും എന്ന് പറഞ്ഞപ്പോ പിന്നെ അവര് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കൈയിന്റെ 2 കൈയിന്റെ 2 കൈക്കും നല്ലോണം ഉണ്ട്, അപ്പൊ ചെയ്യാൻ വേണം പറഞ്ഞു. അപ്പൊ അപ്പൊ കുറ്റിപ്പുറം ഹോസ്പിറ്റലില് അവിടെ ഓപ്പറേഷൻ തിയേറ്റർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ അതിന്റെ സൗകര്യം ഇല്ല. അപ്പൊ തിരൂർക്ക് പോകാൻ പറഞ്ഞു. തിരൂർ ചെന്നപ്പോ ഒരു മാസത്തിന്റെ മേലെ ഡേറ്റ് ഉണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലില് പോകുമ്പോ ഇത് നമ്മളിപ്പോ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ? ഇത് പലർക്കും അറിയില്ല ഇതിന്റെ എങ്ങനെയൊക്കെയാണ് ഇത് കാര്യങ്ങൾ എന്നൊക്കെ. അപ്പൊ നമ്മള് ഇത് ഇങ്ങനെ സംഭവം വരുമ്പോ ബാക്കിയുള്ളവരോട് കൂടി അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിലാട്ടോ ഇത് ചെയ്യുന്നത്. അല്ലാതെ ഇത് പ്രൈവറ്റിലൊക്കെ പോയാല്
പ്രൈവറ്റിലൊക്കെ പോയാല് ഒരു 2 ദിവസം ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ വരും അല്ലെങ്കിൽ മറ്റന്നാൾ വരും എന്നൊക്കെ പറയും. അപ്പൊ ഗവൺമെന്റിലാവുമ്പോ നമുക്ക് പൈസക്കുള്ള ചെലവൊന്നുമില്ല. നമുക്കൊരു 1000 രൂപയുടെ ഉള്ളിലെ ചെലവേ വരുള്ളൂ. ആക്ച്വലി നമ്മള് പ്രൈവറ്റ് ചെയ്യാനാട്ടോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ നമ്മള് പിന്നെ ഇങ്ങനെ നല്ല ഡോക്ടറാണ് ഗവൺമെന്റിൽ നല്ല ഡോക്ടറാണ്. പെരിന്തൽമണ്ണത്തെ ഡോക്ടർ, പെരിന്തൽമണ്ണുള്ള ഡോക്ടർ, കുറ്റിപ്പുറത്തുണ്ട് ഡോക്ടർ കുറ്റിപ്പുറത്ത് വരുന്നുണ്ട്. അപ്പൊ പെരിന്തൽമണ്ണക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ പെരിന്തൽമണ്ണയെന്ന് ഏകദേശം മിഞ്ഞാന്ന് നമ്മളിപ്പോ ഈ ഓപ്പറേഷൻ ചെയ്തത്. മിഞ്ഞാന്ന് ചെയ്തു ഓപ്പറേഷൻ. അപ്പോ നമ്മളവിടെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ പോയ ടൈമിന് ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഓപ്പറേഷൻ ചെയ്യാൻ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് ഇങ്ങനെ കൊടുത്തിക്കാണ്. ഓരോ രോഗികൾക്ക് ഓരോരോ ദിവസം ഡേറ്റ് കൊടുത്തിക്കാണ്. അപ്പൊ ആ ഡേറ്റിനാണ് അവർ ചെല്ലണത്. നമ്മള് രാവിലെ പോയിട്ട് അന്ന് രാവിലെ അല്ലേ നമ്മൾ പോയി? 7 മണിക്ക് പോയി 8:30 തിയേറ്ററിൽ കയറി. പിന്നെ അവിടെ ഒരുപാട് ഓപ്പറേഷൻ, അവിടെ പല ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആദ്യത്തെ പോലെ ഒന്നല്ല. ഇപ്പൊ നല്ല നല്ല സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. കാലിന്റെ മുട്ട് ശസ്ത്രക്രിയ വരെ ഉണ്ട് ഞാൻ പോയ ഹോസ്പിറ്റലില്, പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹോസ്പിറ്റലില്. അപ്പോ ആ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് സർജറി ചെയ്തിട്ടുള്ളത്. 4 മണിയൊക്കെ കഴിക്കണ ചെയ്തപ്പോ. പലവർക്കും ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയാവോ, അല്ലെങ്കിൽ പ്രൈവറ്റില് ചെയ്താലേ നന്നാവുള്ളൂ. അങ്ങനൊന്നുമില്ല കേട്ടോ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ വിചാരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ട് കേട്ടോ. ആദ്യത്തെ പോലെ ഒന്നല്ല, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പിന്നെ അപ്പൊ നമ്മള് ഗവൺമെന്റിൽ നിന്ന് അങ്ങനെ ചെയ്യാനാവുന്ന എല്ലാവരും കൂടി ആലോചിച്ച് എല്ലാവരും, പിന്നെ ഞാനും എല്ലാ പെരക്കാരെല്ലാവരും കൂടി തീരുമാനിച്ചിട്ടാണ് അങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ചെയ്തത്. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യാനായിരുന്നു. പിന്നെ നമ്മളിപ്പോ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും? തരിപ്പൊന്നുമില്ല, ആ കൈക്ക് തരിപ്പില്ല. ഇപ്പൊ ഡോക്ടർ 1 മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞല്ലേ? അതായത് കൈ 15 ദിവസം കഴിഞ്ഞാല് സ്റ്റിച്ച് എടുക്കാം. കൈ അനക്കരുത്, പിന്നെ കൈ താത്തിയിടരുത്. പിന്നെ അതുപോലെ ഇങ്ങനെ കെട്ടിയ കാരണം തുണിയായിട്ട് കറക്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ. തുണി ഇങ്ങനെ സീലായിട്ട് കെട്ടിയിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞേക്ക്. അപ്പൊ ഇന്നലെ പോയിട്ട് ഡോക്ടർ അയച്ചു തന്നു. നമ്മൾ ഈ കൈ പൊട്ടലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ബാൻഡേജ് കിട്ടുന്ന പോലെ തന്നെ കെട്ടിയിട്ടുണ്ടായിരുന്നു മിഞ്ഞാന്ന്. കറക്റ്റ് കെട്ടിയിട്ടുണ്ട്. കൈ ഇങ്ങനെ നമ്മള് കൈയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടില്ല, കയറിട്ട് കെട്ടൂലേ, അതേപോലെ കെട്ടിയിട്ട് തൂക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഡോക്ടർ ഇന്നലെ കൊണ്ടുപോയി വീണ്ടും കാണിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞ കെട്ടയച്ചോളൂ, കുഴപ്പമില്ല. അങ്ങനെയാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു പ്ലാസ്റ്റർ ഇട്ടിട്ടുള്ളത്. പിന്നെ കൈ ഇങ്ങനെ എക്സസൈസ് ചെയ്യാനും നല്ല പോലെ എക്സസൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വിരലൊക്കെ മടങ്ങാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ നരമ്പൊക്കെ ശരിയായി കിട്ടണമെങ്കിൽ ഇങ്ങനെ എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏകദേശം 1 മാസത്തിന് എടുത്ത് നമ്മള് റെസ്റ്റ് ചെയ്യാം. 1 മാസത്തിന്റെ ഉള്ളിൽ ഭാരമുള്ളതൊന്നും നമ്മള് കൈ കൊണ്ട് തൂക്കി പിടിക്കാൻ പാടില്ല. പിന്നെ വേദന തുടർന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ 15 ദിവസം കഴിഞ്ഞാലൊക്കെ ഇപ്പൊ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കനമില്ലാത്തൊക്കെ അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മാക്സിമം റെസ്റ്റ് എടുക്കുക, അതാണ് ഇതിന്റെ മെയിൻ. റെസ്റ്റ് ആണ്, അല്ല ഓപ്പറേഷത്തിനൊന്നും. എന്താ വെച്ചാൽ ഞരമ്പ് കട്ട് ചെയ്തിട്ടുള്ള അതിന്റെ എന്തോ ഒരു പാട നീക്കി അങ്ങനെ എന്തോ സംഭവമാണ്. കാരണം ആ ഞരമ്പ് അവിടെ ബ്ലോക്ക് ആയിട്ടാണ് അങ്ങനെ ചെയ്യണത് അവര്. അപ്പോ മാക്സിമം റെസ്റ്റ് എടുക്കാന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതാണ് കൈക്ക് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത്. ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അതായത് ഇങ്ങനെ എപ്പോഴും കൈക്ക് ചിലപ്പോൾ ബലം ഉണ്ടാവില്ല, അപ്പോ ഡോക്ടറെ കാണിക്കാൻ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇത് ചെയ്യാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ എല്ലാവർക്കും ഒരുവിധമുള്ള ആൾക്കാർക്കൊക്കെ ഈ പ്രശ്നങ്ങളാ. ഈ തരിപ്പ്, കടച്ചില്, വേദന, കൈയൊക്കെ തരിച്ചിട്ട് പാത്രങ്ങളോ ആയാലും ഗ്ലാസ് ആയാലും ഒക്കെ കൈ നിന്നാണ്ട് വീഴുക, പൊട്ടുക. അത് അവരറിയില്ല. നമുക്കിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെയ്യാൻ ഏകദേശം എത്ര രൂപ ചെലവായിട്ടുണ്ടാവും? നമുക്ക് ആകെ 1000 രൂപയുടെ ചെലവുള്ളൂ. അത് അവര് മരുന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഡോക്ടറുടെ ഫീസും നമുക്ക് ഓപ്പറേഷന് പോകുമ്പോൾ ഒരാളുടെ ഡ്രസ്സും അത്ര. പിന്നെ അവര് നമ്മള് ഓപ്പറേഷൻ കഴിഞ്ഞ് വരുമ്പോ ഒരു 2 തരം 3 തരം ഗുളിക ഉണ്ട്, അത് വാങ്ങിക്കാനുള്ള പൈസ 1000 രൂപയുടെ ഉള്ളില് ആകെ ചെലവ് വന്നിട്ടുള്ളൂ. അപ്പോ ഞങ്ങള് നേരെ മറിച്ച് പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ 10,000 ആണ് ഒരു കയ്യില് ഓപ്പറേഷൻ ചെയ്ത് വരാൻ. നമ്മളിപ്പോ ഒരു കയ്യിന് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ? ഇത് ഈ ഓപ്പറേഷത്തിന് മാത്രം. പിന്നെ അതിന്റെ ഡ്രസ്സ്, പിന്നെ നമ്മളെ മരുന്ന്, ഡോക്ടർ ഫീസ്, അതൊക്കെ വേറെ വേണ്ടി വരും. പക്ഷെ എന്നാലും ഏകദേശം നമുക്ക് 2000-2500 രൂപ ചെലവ് വരുള്ളൂ. ഏത് ഗവൺമെന്റ് പോകുമ്പോ? അല്ല, ആകെ 1000 നമുക്ക് പോകാൻ. ആകെ 1000 നമുക്ക് മിഞ്ഞാന്ന് ചെലവായിട്ടുള്ളൂ. 1000ന്റെ ഉള്ളില്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കൈനല്ലേ ചെയ്തിട്ടുള്ളൂ, ഇനിയിപ്പോ ഒരു കൈനും കൂടി ചെയ്യണ്ടേ? ഇപ്പൊ ഇനി ചിലർക്ക് ഒരു കൈയിന് ചെയ്യുമ്പോ മറ്റേ കൈക്ക് കുറയും അത്ര. അപ്പൊ അത് നോക്കിട്ട് ചെയ്യാന്ന് പറഞ്ഞു ഡോക്ടർ.
അപ്പോൾ ഇപ്പോഴും കുറേ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോരാ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, നമ്മൾ വിചാരിക്കുന്നതൊക്കെ അപ്പുറത്തേക്ക് സൗകര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കും അങ്ങനെ പോവാനൊക്കെ പേടിയായിരുന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റൽ അങ്ങനെ പോക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് വേഗം എന്തെങ്കിലും വന്നാലും വേഗം അടുത്തുള്ള ഡോക്ടർമാരെ എവിടെ വെച്ചാൽ അവിടെ പോവാന്നല്ലാതെ പോയിരുന്നില്ല. പിന്നെ ഇങ്ങനെ എല്ലാരും പറഞ്ഞു കേട്ടപ്പോ ചെയ്തവരൊക്കെ പറഞ്ഞു നല്ല ഡോക്ടറാണ്, നല്ല ഹോസ്പിറ്റലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവിടെ പോയതാ. ഇപ്പൊ പെരിന്തൽമണ്ണ മാത്രല്ല കേട്ടോ, കുറ്റിപ്പുറത്തും തിരൂരും ഒക്കെ ഇപ്പൊ നല്ല ആദ്യത്തെ പോലെ ഒന്നല്ല, ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇത് ബാക്കിയുള്ളവർക്കൊരു അറിവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം ഉമ്മയുടെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇപ്പൊ ചെയ്തതിന് ശേഷം വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ തരിപ്പും കാര്യങ്ങളൊന്നും ഈ വീക്ക് എങ്ങനെയാലും വരും. അത് ഞരമ്പൊക്കെ അങ്ങനെ ഇതാക്കി ക്ലിയർ ആക്കിയതല്ലേ, അപ്പൊ അതിന്റെ വീക്ക് ഉണ്ടാവും. അതിങ്ങനെ എക്സസൈസ് ചെയ്ത് അങ്ങനെ പോയിക്കോളും, മാറിക്കോളും. നീര് പോവാനുള്ള മരുന്ന് ഗുളിക തന്നിട്ടുണ്ട്, മാറിക്കോളും പറഞ്ഞു. അപ്പോ ഇത് അറിയാത്ത കുറെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എന്താ ചെയ്യുക, ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ഇങ്ങനത്തെ കുറെ ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ആദ്യമൊന്നും ആരും കാര്യമാക്കൂല വരുമ്പോ. നമ്മളും ആദ്യം കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കയ്യിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ വീഴുമ്പോഴും കൈക്ക് തരിപ്പായിട്ടും പിന്നെ അങ്ങനെയൊക്കെ വേദനയൊക്കെ ആയിട്ടും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞമ്മോട് പറഞ്ഞു നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് കൺസൾട്ട് ചെയ്തോളി. അങ്ങനെ ആദ്യം പ്രൈവറ്റ് കാണിച്ചപ്പോൾ എത്ര റുപ്യാവെന്ന് പറഞ്ഞു. പക്ഷെ പൈസ നമുക്ക് പ്രശ്നമില്ല കേട്ടോ, പൈസ കൊടുക്കണോണ്ടോ അല്ലെങ്കിൽ ഇതാവണോണ്ടൊന്നുമില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല ഡോക്ടറാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഗവൺമെന്റ് ഡോക്ടർ നല്ല ഡോക്ടറാണെന്ന് പറഞ്ഞപ്പോ അവിടെ പോയത്. അപ്പൊ ആ ഡോക്ടർ ഉള്ളത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണ്. അതാണ്. അപ്പൊ അങ്ങനെയാണ് അവിടെ പോയത്. നിങ്ങള് ഇത് ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യോ കാലോ പൈസയുടെ പേരിൽ ചെയ്യാതിരിക്കൊന്നും വേണ്ട. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ചിരിക്കരുത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, വലിയ പൈസ ചെലവൊന്നുമില്ല, സുഖമായിട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ ഗുഡ് ബൈ. ഓക്കെ.